പട്ടികജാതി വിഭാഗത്തിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അരപ്പവൻ മെഡലും സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസും തടഞ്ഞുവച്ചതിലെ പട്ടികജാതി കമ്മീഷന്റെ അന്വേഷണവും അട്ടിമറിച്ചതായി രേഖകൾ. 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട അന്വേഷണം 3 മാസമായിട്ടും പൂർത്തിയായിട്ടില്ല. സർക്കാർ സ്വീകരിക്കുന്ന അനാസ്ഥ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് SC മോർച്ച രംഗത്തെത്തി. 5 വർഷമായി തടഞ്ഞുവച്ചിരിക്കുന്ന മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അരപ്പവൻ സ്വർണ്ണ മെഡലുകൾ ഉടൻ നൽകണമെന്നും ആവശ്യം ശക്തം. പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികളോട് സർക്കാർ സ്വീകരിക്കുന്ന അനാസ്ഥ കഴിഞ്ഞ ദിവസം ജനം TV പുറത്തുവിട്ടിരുന്നു. വിദ്യാർത്ഥികളെ അവഗണിക്കുന്ന വിവരാവകാശ രേഖയടക്കം നൽകി. എന്നാൽ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അരപ്പവൻ മെഡലും സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കായുള്ള ക്യാഷ് പ്രൈസും തടഞ്ഞുവച്ചതിലെ പട്ടികജാതി കമ്മീഷന്റെ അന്വേഷണവും അട്ടിമറിച്ചിരിക്കുകയാണെന്നതാണ് വസ്തുത. പട്ടികജാതി കമ്മീഷന്റെ നിർദ്ദേശത്തിന് പുല്ലുവില പോലും നൽകാതെ പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ പെരുമാറുന്നതായും ആക്ഷേപമുണ്ട്. 30 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കേണ്ട അന്വേഷണം 3 മാസമായിട്ടും പൂർത്തിയാക്കിയിട്ടില്ല. SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടുന്ന പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് 4 ഗ്രാം തൂക്കമുള്ള സ്വർണ്ണ മെഡലും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയിക്കുന്നവർക്ക് 10,000 രൂപ ക്യാഷ് പ്രൈസും നൽകുന്ന പദ്ധതി 5 വർഷമായി പിണറായി സർക്കാർ നടപ്പിലാക്കുന്നില്ല. പട്ടികജാതിക്കാരെ ദ്രോഹിച്ചും വഞ്ചിച്ചും ചതിച്ചും ഈ ഉദ്യോഗസ്ഥന്മാർക്ക് അവിടെ ഈ സ്ഥാനത്തുള്ള ഒരു യോഗ്യതയില്ല. പട്ടികജാതി ഗോത്രവർഗ കമ്മീഷന് കൊടുക്കുന്ന പരാതി ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാണ്. പക്ഷേ അവർ പരിഹാരം കാണാതെ തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്ന നിലപാടിലേക്കാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. SLCക്കും +2നും മുഴുവൻ A+ മാർക്ക് വാങ്ങി വിജയിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് 4 പവൻ 4 ഗ്രാം മേലുള്ള സ്വർണം കൊടുത്തുകൊണ്ടിരുന്നത്. UDFന്റെ സർക്കാരിൻ്റെ കാലത്താണ് കൊടുത്തുകൊണ്ടിരുന്നത്. അത് 2020, 21, 22 വർഷങ്ങളിൽ ഏകദേശം 9,954 പേർക്ക് കൊടുക്കാനുണ്ട്. കേരള പട്ടികജാതി ഗോത്ര കമ്മീഷൻ ആക്ടിലെ 9ാം വകുപ്പ് പ്രകാരമാണ് അന്വേഷണത്തിന് നിർദ്ദേശിച്ച് നോട്ടീസ് നൽകിയത്. എന്നാൽ മാസം 3 ആകുമ്പോഴും ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും റിപ്പോർട്ടും പട്ടികജാതി കമ്മീഷൻ നൽകിയിട്ടില്ല. ഇത് സംബന്ധിച്ച് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടർ അന്വേഷണം പോലും ആരംഭിച്ചിട്ടില്ലെന്നാണ് സൂചന. 2019 വരെ അരപ്പവൻ തൂക്കമുള്ള മെഡലുകൾ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്നു. 2020 മുതൽ മെഡൽ വിതരണം പിണറായി സർക്കാർ നിർത്തി. പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറുടെ ഓഫീസിൽ നിന്നും വിവരാവകാശം പ്രകാരം ലഭിച്ച മറുപടി അനുസരിച്ച് 2020 മുതൽ 2022 വരെ 3 വർഷത്തിൽ മാത്രം 9,954 വിദ്യാർത്ഥികൾക്ക് മെഡൽ നൽകാനുണ്ട്. അതിനുശേഷമുള്ള വിദ്യാർത്ഥികളുടെ കണക്ക് പട്ടികജാതി വികസന വകുപ്പ് ഡയറക്ടറേറ്റിലും ഇല്ല. 2025 കണക്കാക്കിയാൽ വിദ്യാർത്ഥികളുടെ എണ്ണം 20,000 കഴിയും. മെഡൽ തൂക്കം 10,000 പവനും കടക്കും. വിപണി വില അനുസരിച്ച് 84.6 കോടിയാണ് ഈ പദ്ധതിയിൽ മാത്രം കുടിശ്ശിക. സംസ്ഥാന സ്കൂൾ കലോത്സവ വിജയികൾക്കായുള്ള 10,000 രൂപ ക്യാഷ് പ്രൈസ് കുടിശ്ശിക വേറെയുമുണ്ട്. 2020 മുതൽ അപേക്ഷ പോലും സ്വീകരിക്കുന്നില്ല. 2019 126 കുട്ടികളുടെ ക്യാഷ് പ്രൈസ് തുക 6 വർഷമായി ചുവപ്പ് നടയിലാണ്. ജനം, തിരുവനന്തപുരം.